പുതിയ വർഷത്തിൽ പുതിയൊരു വീട് എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമാണ് നമുക്ക് ജനുവരി 1 നടത്താൻ പറ്റിയത്. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ പുതിയ വീട്ടിൻ്റെ ഗണപതി ഹോമമായിരുന്നു കേട്ടോ. 3 മണിക്ക് പുലർച്ചെയായിരുന്നു നമ്മുടെ ഗണപതി ഹോമം വന്നത്. നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലീസും കുറച്ച് ഫ്രണ്ട്സും മാത്രം ഉണ്ടായ ഒരു ചെറിയൊരു ഫങ്ഷൻ. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് ഭംഗിയായിട്ട് ഈ ഒരു ഫങ്ഷൻ ചെയ്യാൻ പറ്റി. ഈ പുറകിലിരിക്കുന്ന രണ്ടും എൻ്റെ അമ്മയും മിറീൻ്റെ അമ്മയും പിന്നെ ഇളയമ്മയും എൻ്റെ കസിൻസും ഒക്കെയാണ്. രമ്യേച്ചിയായിരുന്നു, ഈ കാണുന്ന രമ്യേച്ചിയാണ് മിറീൻ്റെ മേക്ക് ഓവർ ചെയ്തത്. നമ്മുടെ പെരളശ്ശേരി അമ്പലത്തിലെ പൂജാരിയാണ് നമ്മുടെ പൂജ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പൂജയൊക്കെ ഭംഗിയായിട്ട് നടന്നു. പൂജാരി പ്രത്യേകം പറഞ്ഞു ഒരു വിഘ്നങ്ങളും ഉണ്ടായിരുന്നില്ല, ഭഗവാന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാം പോസിറ്റീവായിട്ട് വന്നു, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും, വളരെ ഭംഗിയായിട്ട് പൂജ സമാപിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എന്താണ് മേഘങ്ങളുടെ മുകളിൽ കൂടെ പറന്ന് നടക്കുന്നൊരു ഫീലാണ് ഉണ്ടായത്. അത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് പറയാൻ അറിയുള്ളൂ. ഈ നീല ഷർട്ടിട്ട് എൻ്റെ പപ്പയാണ് കേട്ടോ. മറ്റേതാണ് മെറീൻ്റെ അച്ഛൻ. പിന്നെ ഇതെൻ്റെ അനിയൻ അപ്പു, സുർമി, സുജേളേമ, പ്രണവ്, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ നമ്മുടെ റിലേറ്റീവ്സാണ്. എൻ്റെ മാമി, മാമൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് നിങ്ങൾ ഓരോരാൾ ചോദിക്കും ഇതൊക്കെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് മലേഷ്യയിൽ നിന്ന് വന്ന എൻ്റെ അനിയൻ്റെ വൈഫാണ്. ഇതെൻ്റെ വേറൊരു ഇളയമ ഗായത്രി. എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്താം. കുറേ ആൾ ചോദിക്കാറുണ്ട് വീഡിയോയിൽ ആരൊക്കെയാണെന്ന്. അപ്പം കാണുമ്പോൾ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു നമ്മുടെ ഗണപതി പൂജ. ഞാനീ പറഞ്ഞതുപോലെ പൂജാരി ശരിക്കും അങ്ങനെ പറഞ്ഞപ്പം എന്തോന്നില്ലാത്തൊരു സന്തോഷമോ എന്നാ എനിക്കറിയില്ല ആ ഒരു മൊമെൻ്റ് നമ്മൾ അനുഭവിച്ചത്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് പുഷ്പം അർപ്പിക്കുന്നൊരു ചടങ്ങുണ്ട്. അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ദൈവത്തോടും പിതൃക്കളോടൊക്കെ നല്ലോണം പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ചു. ഞാൻ ഓരോരാൾ പരിചയപ്പെടുത്താം. ഇത് മെറീൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛൻ. പിന്നെ ഇത് മെറിയുടെ അമ്മ, അത് പോകുന്നത് എൻ്റെ അനിയൻ അപ്പു, ചിത്രാംഗതൻ എന്നാണ് റിയൽ നെയിം. ഇനി വരുന്നത് നമ്മുടെ മിറീൻ്റെ അനിയനാണ്. മിറീൻ്റെ അനിയൻ എന്ന് പറയുമ്പം ഇളയമയുടെ മോൻ പ്രണവാണ്. അടുത്തത് ഇതാണ് എൻ്റെ സ്വന്തം ഇളയമ. എനിക്ക് അമ്മേനെ പോലെ ഉള്ള ഒരാളാണ് എൻ്റെ അമ്മ എന്ന് തന്നെ പറയാം. എന്ത് കാര്യം തുടക്കത്തിൽ ഞാൻ ആളെ അനുഗ്രഹം മേടിക്കും, റെക്കമെൻഡേഷനും സജഷനും ഒക്കെ ചോദിക്കും. ഇതെൻ്റെ സ്വന്തം അനിയത്തിനെ പോലെ എൻ്റെ ചിന്നു. ഇതാണ് ഇളയമയുടെ മോൻ്റെ ഭാര്യ, മലേഷ്യയിൽ നിന്ന് വന്നതാണ്, ഗായനിക്കാണ്. പിന്നെ ഇതെൻ്റെ ഗായത്രി ഇളയമ. ഈ കാണുന്നത് അച്ഛൻ്റെ കസിനാണ്, സിസ്റ്ററാണ്. ഇതെൻ്റെ ഏറ്റവും ഇളയ മാമൻ സജീവൻ. അടുത്തത് ഇതെൻ്റെ സ്വന്തം മനീഷ്, എനിക്ക് എല്ലാവർക്കും അറിയുന്ന സെൻശ്രീ മനീഷ്. സെൻശ്രീ വന്നില്ല. ഇത് നമ്മുടെ സ്വന്തം സുർമീനെ അറിയാത്ത ആൾ, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്ക് പലർക്കും സുർമീനെ അറിയാം. എൻ്റെ ഏട്ടൻ്റെ വൈഫാണ്. അടുത്തതൊന്നുമില്ല. അടുത്ത് നമ്മുടെ പൂജാരിയുടെ അനുഗ്രഹം വാങ്ങിക്കലും ദക്ഷിണ കൊടുക്കലും ഒക്കെയുള്ള ചടങ്ങായിരുന്നു. അതും നൈസായിട്ട് ചെയ്തു. അപ്പോൾ എന്ത് കാര്യം വന്നാലും ഞാൻ എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്യും, അതിനെനിക്ക് കറക്റ്റ് ടൈമിൽ മെരി അപ്പം തന്നെ എനിക്ക് തന്നൊന്നും ബാക്കി വെക്കാറില്ല. നല്ലോണം മെരീൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ സമാധാനമായി. ഇത് നമ്മുടെ രഞ്ജി മാമി, ഇതെൻ്റെ വേറൊരു പെങ്ങൾ. ഇതെൻ്റെ സ്വന്തം അമ്മ സുന്ദരിയായി മരുമോൾ തന്നെ അണിയിച്ചൊരുക്കി അമ്മേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ദീപേട്ടനാണ് വീഡിയോസും ഫോട്ടോഗ്രാഫിയും ഒക്കെ ചെയ്തത് നമ്മുടെ വീഡിയോന്. ദീപേട്ടൻ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ദീപേട്ടനാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇളയമേനും ഞാനും ഒരു ചെറിയൊരു സ്വകാര്യമൊക്കെ പറഞ്ഞു. ഇളയമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണെങ്കിൽ കൂടി നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റും. ഒരു ഫ്രണ്ടിനേക്കാളും അപ്പുറമാണ് നമ്മുടെ തമ്മിൽ ആ ഒരു ബന്ധം, ബോണ്ടെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റഫീഖ് റഹ്മാൻ, കെൻസിൻ്റെയും മോട്ടിഫിൻ്റെയും ഒരു ഓണർ. അപ്പോൾ മനീഷിന് ഞാൻ ആളെ പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു. ഡിസൈനെ കുറിച്ചും വീട് ഉണ്ടാക്കിയതും ബിൽഡിങ്ങും പ്ലാനിങ്ങും ഒക്കെ നമ്മളൊന്ന് ചെറുങ്ങനെ ഡിസ്കസ് ചെയ്തു. അതിലിടയ്ക്ക് മിലിയോ ആണെങ്കിലോ എല്ലാം മറന്ന് അവൻ്റേതായ ലോകത്ത് അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. പിന്നെ അടുത്ത നമ്മളുടെ ഗ്രഹപ്രവേശത്തിനുള്ള ഒരുക്കം മിരി ചെയ്യുന്നു. മിരി ഇങ്ങനെയൊക്കെ കാണുമെങ്കിലും ഭയങ്കര
ട്രഡീഷണലാണ്. മിരിക്ക് എല്ലാ ട്രഡീഷണൽ കാര്യങ്ങളും എല്ലാ കൾച്ചറും എല്ലാ റിച്വൽസും അതിൻ്റേതായ രീതിയിലും അളവിലും ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അതിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. എനിക്കതിനൊക്കെ തെറി കിട്ടും. ഞാൻ കുറച്ചൊരു ബിന്ദാസ് ടൈപ്പ് ആണെങ്കിലും മിരി അങ്ങനെയല്ല. പിന്നെ മിലിയോ കുറേ ആൾ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ മിലിയോ എവിടെ, മിലിയോനെ കൂട്ടിയില്ലേ, നിങ്ങൾക്ക് അവന് വേണ്ടാണ്ടായെന്നൊക്കെ ചോദിച്ചു. മിലിയോ അവൻ്റെ ലോകത്തായിട്ട് പാറി പറന്ന് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ. അടുത്തൊരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ നെയിം റിവീലിംഗ് ആയിരുന്നു. ആരോട് പറയാതെ കാത്തു സൂക്ഷിച്ച് ഞാൻ കണ്ടുപിടിച്ച വെറൈറ്റി ആയിട്ടുള്ള ഒരു നെയിമായിരുന്നു റൂഹ് എന്ന് പറയുമ്പം ഇന്നർ സോൾ, ജീവൻ അങ്ങനെയൊക്കെ പറയും. അതിന് വലിയൊരു മീനും ഒരു കോറിലേറ്റഡ് നമ്മുടെ ലൈഫായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആത്മാവായിരിക്കണം, നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം, നമ്മളെ ജീവനായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആ പേരിട്ടത്. പേരിൻ്റെ കാര്യത്തിൽ പല ആൾക്കും പല അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം വീടാണ്, നമുക്ക് ഇഷ്ടമുള്ള പേര് തന്നെ ഇട്ടു. അപ്പോൾ അടുത്ത വീടിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ വരുന്നതായിരിക്കും. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വി ലവ് യു ഗൈസ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.